വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡിന്നറാണ് ഉണ്ടാക്കുന്നത്. അത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടായിരുന്നു. നമ്മൾ ഒരു ഡിന്നർ ഉണ്ടാക്കുന്നത് സൂപ്പർ ഡിന്നറാണ്. കടലക്കറി, കറുത്ത കടലയും ഉപ്പുമാവുമായിട്ട് ഇന്നത്തെ ഡിന്നർ ഞങ്ങളുടേതായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടാണ് രാവിലെ പോയത്. കടല നമുക്ക് ആദ്യം കുക്കറിനകത്ത് ഒരു 5 or 6 വിസിൽ കേൾപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പണി അതാണ്. ഇതിനകത്ത് വേറൊന്നും ഇടത്തില്ല, വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് കടല നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇത് ഇട്ട് കുക്കറിലിട്ട് 5 or 6 വിസിൽ, നല്ല കുക്കർ, അതായത് സൈഡിൽ കൂടെ ഒന്നും ആവി പോവാത്ത നോർമൽ വിസിൽ കേൾക്കുന്ന കുക്കറായിരിക്കണം. 5 or 6. അത് കറുത്ത കടല ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കടല അടുപ്പിലോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ആരെയും കമ്പൽ ചെയ്യുന്നില്ല ഞാൻ, ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ മിക്കവരും സമയമില്ലാത്ത സമയത്ത് ഓടി വന്ന് വീഡിയോ കാണുന്നവരായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഒരു അവസ്ഥ. ഓക്കെ, അതുകൊണ്ട് സമയമൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഞാൻ ചെറിയ അടുപ്പിൽ വെക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ വേവിക്കുന്നത്, വിസിലടിക്കുന്നതും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വലിയ അടുപ്പിൽ തന്നെ നമുക്ക് വെക്കാം. ഇത് ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങനെ നിന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കബോർഡ്സൊക്കെ എല്ലാം ആയതുകൊണ്ട് എവിടെ ലൈറ്റ് ഇട്ടാലും ഷെയ്ഡ് വരും നമ്മുടെ ഫേസിലോട്ട്. അതുകൊണ്ട് ഞാൻ വളരെ നേരെ താഴെ, അടുപ്പിൻ്റെ താഴെ ലൈറ്റുണ്ട്. അത് നമുക്ക് ഷെയ്ഡ് കാരണം നമ്മുടെ മുഖത്ത് നല്ലതുപോലെ പ്രകാശം കിട്ടത്തില്ല. അപ്പം ഞാനൊരു ചെറിയതായ എവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഒരു ട്യൂബ്, ഇവിടെ ഒരു വലിയ ബൾബ് കണ്ട അലമാരയുടെ മുകളിലായിട്ട് ഒരു ഭയങ്കര വെളിച്ചമുള്ള ഒരു ബൾബാണ്. ആ സ്റ്റൂൾ എന്തുവാണെന്നറിയാം, ഞാൻ മീൻ വെട്ടാനിരിക്കുന്ന സ്റ്റൂളാണ്. പിന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ തൊട്ട് താഴെയാണ് ആ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് കബോർഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറില്ലേ, അതും കൂടെ അടിച്ച് നമ്മുടെ മുഖത്ത് ഒരു വല്ലാത്ത ഷെയ്ഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പലകയൊക്കെ വെച്ച് കുറച്ചും കൂടെ വീതി കൂട്ടി ആ നമ്മുടെ നമ്മുടെ ഇതില്ലേ കൗണ്ടർ ടോപ്പിന്, അപ്പോൾ അതിച്ചിരി വീതി കൂട്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മൊത്തം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ട് വെക്കുന്ന വിഭവങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ ചെറിയ ഉള്ളി ട്രൈ ചെയ്യുക കേട്ടോ. തൊലിച്ചെടുക്കുന്നവർ സ്വല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ചെറിയ ഉള്ളി വെച്ച് വെക്കുകയാണെങ്കിൽ ടേസ്റ്റിന് അല്പം എന്തായാലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്താണ് ഞാൻ വെക്കുന്നത്, നമ്മുടെ കടായിക്കകത്ത്. ഞാൻ ഇത് തിരിച്ച് വെച്ച് തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറ ഇച്ചിരി കൂടെ ആക്കി വെച്ച് തരുന്നുണ്ട്. അപ്പോൾ ക്യാമറ വലിയ തെറ്റില്ലാതെ പോകുന്നു. ഇന്നലെ പൈസ ഇത്രയും മുടക്കിയത് കൊണ്ട് ഇച്ചിരി ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം കടാക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കടായിയുടെ അടുപ്പിൽ ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് കടായിക്ക് ചൂട് പിടിക്കാൻ ഇച്ചിരി താമസമാണെങ്കിലും പക്ഷേ ചൂട് പിടിച്ച് വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ, ഞാൻ അടുപ്പ് മാറ്റി വെക്കുവാണ്, വലിയ അടുപ്പിലോട്ടെടുത്ത് വെച്ച് കുക്കർ. അപ്പോൾ നിങ്ങൾക്ക് കാണത്തക്ക രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ, സാരമില്ല, വീഡിയോയ്ക്കകത്തത് വരുന്നുണ്ട്. ഓക്കെ, കടല വെന്തതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയായിരുന്നു. കടായി അടുപ്പിൽ വെച്ച് കടായി ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി കഴിഞ്ഞിട്ട് ആ ചെറിയ ഉള്ളിയും തൊട്ട് ഇത്രയും വഴട്ടണം. ഞാൻ കാണിച്ചത് കണ്ട അത്രയും വഴട്ടണം. ആ പ്രോസസ്സാണ് ഇപ്പം നടന്നത്. ഓക്കെ, അപ്പം അത്രയും നല്ല വഴളുക. അതിൻ്റെ നമ്മൾ കടലയെല്ലാം വേവിച്ച് വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ ഉള്ളി നന്നായിട്ട് വഴട്ടണം.
അപ്പം ഞാൻ നോക്കുന്നതാണ് എൻ്റെ മുഖമൊക്കെ കിട്ടുമെന്ന്. എന്തോ എനിക്ക് തോന്നില്ല മുഖം കിട്ടുന്നില്ല എന്ന്. ഇപ്പോഴും തണ്ട മുഖം കിട്ടുന്നില്ല. സാരമില്ല, ഓക്കെ. ഈ അബദ്ധം പറ്റിയതിന് കാരണം നമ്മുടെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചത് കൊണ്ടാണ്. ഓക്കെ, അത്രയും ഉള്ളി വഴറ്റുമ്പോൾ നമുക്കൊരു 3/4 സ്പൂണേ ഉള്ളി, ഞാൻ കുറച്ച് ഇട്ടെന്നേ ഉള്ളൂ. 3/4 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇടുക. എന്നിട്ട് അത് ഒരിച്ചിരി ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുക. എപ്പോഴും മുളക് പൊടിയാണ് ഞാൻ ആദ്യം ഇടുന്നത് കേട്ടോ. ഇതിനകത്ത് ആദ്യം ചെയ്തത് കടായി വെച്ച് എണ്ണ ഇത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട്, അത്രയും പ്രോസസ്സായിരുന്നു നടന്നത്. ഇഞ്ചി ഇട്ടതിന് ശേഷം ഇഞ്ചി ഇച്ചിരി പച്ചമണം മാറിയതിന് ശേഷം ആ കൊച്ചുള്ളി നിങ്ങളെ കാണിച്ചത് കൊച്ചുള്ളി ഇട്ട് വഴട്ടും. അതാണ് നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചായിരുന്നു എത്ര പരുവമാണെന്നുള്ളി. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട്, ഇത്രയായിരുന്നു നടന്നേക്കുന്നത് ഇപ്പോൾ. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിന് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഞാൻ കേട്ടോ. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് എന്നും ഞാൻ കഴുകി വെക്കും. പക്ഷെ വെള്ള കളറാകുമ്പോൾ ഇച്ചിരി കളറ് വരും കേട്ടോ. എന്നും ഞാൻ കഴുകി എടുത്ത് വെക്കും. ഇങ്ങനെ എല്ലാ സ്പൂണും പലതിനും പല ഡിഫറൻറ്റ് പാത്രങ്ങളായതുകൊണ്ട് നമുക്ക് എല്ലാ സ്പൂണുകളും ഒരേ രീതിയിൽ അതിനകത്ത് യോജിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സദയം ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാനാണ്, എന്നെ കാണാനല്ല നിങ്ങളിരിക്കുന്നതെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട്, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, അതിലേയും ഹാഫ് മതി. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് വഴണ്ട് വരുമ്പം നമ്മുടെ കടല ഇത് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കൂടുതൽ ചേർത്താണ് നമ്മുടെ ഇത് വേവിച്ചത്. ആ വെള്ളം കുറച്ച് ഊറ്റി അവിടെ വെച്ചിട്ട് വേണം ബാക്കി നമ്മൾ ചെയ്യാൻ പോകണം. കുറച്ച് വെള്ളം ഞാൻ ഇതിൽ ഊറ്റിയെടുത്ത് മാറ്റി വെക്കും. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ചേർക്കും ഞാൻ അധികം വെള്ളം ഇല്ലാതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നോക്കിക്കോ, നിങ്ങൾക്ക് കാണിച്ചു തരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ട് ഈ മസാല ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കും. നന്നായിട്ട് വെന്ത്, ചൂട് കാരണം കാണിക്കാണ്ട് നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ചൂടാണെങ്കിൽ ഞാൻ കൈയിട്ട് നോക്കിയത്. അപ്പോൾ ഇതിനെ എല്ലാവരും ഇങ്ങനെ കടലക്കറി വെക്കുന്നതിൽ കടലമാവ് കലക്കി ഒഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അരിപ്പൊടി കലക്കി ഒഴിക്കും. ഞാൻ ചില വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ വെന്തിരിക്കുന്ന കടലയെ കുറച്ച് നല്ല കുടുവൻ ഏതെങ്കിലും തവി എടുത്ത് വെച്ചിട്ട് കുറച്ചൊന്ന് പതുക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് പതുങ്ങുമ്പം അതിൻ്റെ അകത്ത് ഈ കടലയുടെ മാവ് പോലെ ആവുമല്ലേ, അപ്പോൾ അത് ഇച്ചിരി കുറുകിക്കോളും. അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ കടലമാവ് പ്രത്യേകം ചേർക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണ്ട, മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ കടലക്കറി. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ വെള്ളവും ഞാൻ പതുക്കി കൊടുക്കുന്നത് ഞാൻ പതുക്കി കൊടുത്ത് 2 പ്രാവശ്യം ഞാൻ ഇതിന് മസാല ഇടും കേട്ടോ. നമ്മൾ ബാക്കി ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഞാൻ 3 പ്രാവശ്യം ഇടും മസാല. കുറച്ച് വിധവേ ഇടത്തോളൂ, പക്ഷേ അങ്ങനെ ഇടും. അപ്പോൾ ഇനി ഈ അടുപ്പിനകത്ത് നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്മാവാണ് വെക്കേണ്ടത്. ഉപ്മാവിന് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് ഇതൊന്ന് സെറ്റ് ചെയ്ത് മാറ്റട്ട്. തീ പോകുന്നത് ഞാൻ അറിയുന്നില്ലെന്ന് തോന്നുന്നു. കാരണം 8 മണി ആവാറായി. 8:15 ആകുമ്പോഴത്തേനും നമുക്ക് ആഹാരം കഴിക്കണം. അപ്പോൾ മസാല ഇടാൻ പോവുകയാണ്. ഗരം മസാല എൻ്റെ പൊടിച്ചതൊക്കെ തീരാറായി. കല്യാണത്തിന് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചതാണ്. എത്ര നാളായെന്നൊക്കെ കുറേ പൊടിച്ച് വെച്ചായിരുന്നു ഞാൻ കല്യാണത്തിന്. അപ്പോൾ ആ മസാലയും കൂടി ഇട്ട്, കറിവേപ്പില ഇട്ടില്ല. കാരണം എനിക്ക് മഴയൊക്കെ പെയ്ത സ്ഥലങ്ങളായതുകൊണ്ട് പോയി പിച്ചാനുള്ളൊരു വിഷമം. അപ്പോൾ ഞാൻ ഉപ്മാവിൻ്റെ പാത്രം അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ അടുപ്പിനകത്താണ് ഇത് വെച്ചേക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരും അതിൻ്റെ അവസാനത്തെ നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. കാരണം നമ്മൾ കടല വേവിക്കുമ്പോഴും ഉപ്പിടുന്നുണ്ട്, പിന്നെ ഉള്ളി വഴറ്റിയപ്പോഴും ഉപ്പിട്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആയപ്പോഴത്തേനും കറക്റ്റ് സൂപ്പർ പാകമായിരുന്നു. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉടച്ചു കൊടുത്തതാണ്. പിന്നെ കുക്കർ തന്നെയാണ് ഞാൻ ഉപ്പുമാവിന് വെക്കുന്നത്.
അതിനകത്ത് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു നെയ്യുടെ പാത്രം ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കാം നമുക്ക്. ആദ്യം ചെയ്യുന്നത് നെയ്ക്കകത്താണ്. വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലാക്കിയിട്ട് അവസാനം നമ്മുടെ പിന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു തരാമെന്നില്ലേ. അപ്പോൾ പിന്നെ നെയ്യ് എണ്ണ നെയ്യ് ഒഴിച്ചതിനകത്ത് ആദ്യം ചേർക്കുന്നത് കടുക് പൊട്ടിക്കേണ്ടുന്നവർക്ക് കടുക് പൊട്ടിക്കാം. ഞാൻ ചേർക്കുന്നത് കടുക് പൊട്ടിക്കുന്നില്ല. ഞാനിവിടെ നമ്മുടെ ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനകത്തൊന്ന് ആദ്യം വഴറ്റും. ആദ്യം ഇഞ്ചിയുടെ ആ കുത്ത് മാറണം. എന്തായാലും ഇഞ്ചി ഇടുന്ന കറിയൊക്കെ എല്ലാം ഒരു ഇഞ്ചിയുടെ കുത്ത് വരാതിരിക്കാൻ ഇതേപോലെ ആദ്യം ഇതേപോലെ ചെയ്താൽ മതി. ഇഞ്ചിയുടെ കുത്തുണ്ടാകത്തില്ല. മനസ്സിലാവുന്നു? ഇഞ്ചി ഒരുവിധം മൂക്കുമ്പോൾ നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കും. പച്ചക്കപ്പലണ്ടി ഇല്ലേ, വറുക്കാത്ത കപ്പലണ്ടി, അത് ഇട്ട് കൊടുക്കും കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ഇഞ്ചി ഇടുമ്പോഴും ഇഞ്ചി ഇട്ടിട്ടാണ് ഈ നമ്മളെ കപ്പലണ്ടി ഇടുന്നതെങ്കിൽ കുറച്ച് തണുപ്പൊരു അവസ്ഥയായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഇഞ്ചിക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തായാലും ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി കപ്പലണ്ടി ഇട്ടിട്ട് കപ്പലണ്ടി ഒന്ന് പൊട്ടി അതിൻ്റെ ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് വരും. അത് മൂക്കുന്ന അങ്ങനെയാണ്. ആ പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ നമുക്ക് ആ ഉള്ളി ഈ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കടലയുടെ ഉപ്പ് നോക്കുന്നുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത്. കപ്പലണ്ടി മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യാവുള്ളേ. താണ്ട ഞാൻ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഈ നെയ്ക്കകത്ത് ഉണ്ടാക്കുന്നത് മുഖേന ഈ ഉപ്പുമാവ് ഭയങ്കര സോഫ്റ്റായിരിക്കും കേട്ടോ. അധികം നെയ്യൊന്നും ചേർക്കണമെന്നില്ല. ഞാൻ വിയർത്ത് കുളിച്ചിവിടെ എനിക്ക് പാചകം ചെയ്യുമ്പോൾ ഭയങ്കര ഞാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളക്കാന്താരി ഞാൻ ഫ്രണ്ടിൽ പോയി പിച്ചിക്കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അത് പോയി പിച്ചിക്കൊണ്ട് വന്ന് അപ്പോൾ അതിട്ട് കൊടുക്കാം. ഓക്കെ, അതിട്ട് കൊടുത്തിട്ട് ഈ ഉള്ളിയുടെ കൂടെ അതിടുന്നത് കേട്ടോ. ഉള്ളിയുടെ കൂടെ അതും കൂടെ ഇട്ടിട്ട്, പക്ഷേ കറിവേപ്പില എടുത്ത് പോവാൻ ഇച്ചിരിയും കൂടെ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ പോയി പിച്ചിയില്ല. തൊട്ടടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പിച്ചിയില്ല. മഴയൊക്കെ പെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണുന്ന അടുത്ത് തന്നെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കടല അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ വലിയ കുക്കർ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാനാണ്. ഉപ്പുമാവിന് ആവശ്യമായ വെള്ളമാണത്. ഓക്കെ, അപ്പം എന്നിട്ട് ഇത് നന്നായിട്ടാകുമ്പോൾ നമ്മളെന്തോ എന്താ റവ ഒരു ട്രേക്കകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റവ തട്ടിക്കൊടുക്കും. ഞാൻ റോസ്റ്റഡ് റവയാണ് വാങ്ങിക്കുന്നത്. എങ്കിലും ഞാൻ ഈ നെയ്ക്കകത്തൊന്ന് മൂപ്പിക്കാറുണ്ട് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നെയ്ക്കകത്ത് മൂപ്പിച്ച് ഇത് പിന്നെ ഇതെല്ലാം നമ്മുടെ മുളകും സവാളയും ഇഞ്ചിയെല്ലാം മൂത്ത് ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ റവ തട്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, റവ തട്ടിയിട്ട് കൊടുത്തിട്ട് നെയ്ക്കകത്ത് ഈ നെയ്യുടെ അംശം മൊത്തം ഈ റവയ്ക്കകത്ത് പിടിക്കണം. അതാണ്. അങ്ങനെ ആവുമ്പം നമുക്ക് ഈ കുഴഞ്ഞ രൂപത്തിൽ കിട്ടത്തില്ല കേട്ടോ. ഇവിടെ ഉപ്പുമാവ് കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. മനസ്സിലായോ? ഉപ്പുമാവ് ഇങ്ങനെ നല്ല സെപ്പറേറ്റ് ആയിരിക്കുന്നതാണ് ഇഷ്ടം. ഡ്രൈ ആയിരിക്കുന്നത് എങ്കിലും സോഫ്റ്റും ആയിരിക്കും. ഇടയ്ക്ക് നമ്മുടെ കടലക്കറി ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. ആ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കുക്കറിനകത്താണ് ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ നല്ല സെറ്റാവുകയും ചെയ്തു. ഓക്കെ, ഇത് എന്നിട്ട് നമ്മുടെ റവ നന്നായിട്ട് ഇളക്കും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇച്ചിരി വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ആദ്യമല്ലേ നെയ്യ് ഒഴിച്ചത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ 2 പ്രാവശ്യം കടലയ്ക്ക് ഞാൻ ഇടുമെന്ന്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണത് മസാല. അത് കുറച്ച് വീതം ഇടുന്നുള്ളൂ, നിങ്ങൾക്ക് പേടിക്കണ്ട. കുറച്ചേ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ആദ്യം നമ്മൾ കുക്കറിനകത്ത് വേവിക്കുന്ന അവസരത്തിൽ ഇട്ടാൽ അത് നമ്മുടെ വെയിറ്റ് ഇട്ട് വിസിൽ കേൾക്കുമ്പോഴത്തേനും ആ സ്മെല്ലെല്ലാം അങ്ങ് പോവും. മനസ്സിലാകുന്ന എല്ലാം അങ്ങ് പോവും. അതുകൊണ്ടാണ് അതിന് ശേഷം ഞാൻ ഇടുന്നത്. പിന്നെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ സ്മെല്ലെല്ലാം അങ്ങ് പോകും. പിന്നെ ഇറക്കാറൊക്കെ ആകുമ്പോഴത്തേനും ഒരു പ്രാവശ്യം കൂടെ ഇടും.
അപ്പോൾ ഇത് നോക്കിക്കോണേ, ഇതിനകത്തെല്ലാം ഈ നമ്മുടെ പിന്നെ നിങ്ങൾക്ക് നെയ്യ് വെച്ചുണ്ടാക്കാണ്ട് കുറച്ചുകൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത്. നെയ്യ് വെച്ച് ഇച്ചിരിയുള്ളൊരു സ്പൂണാണ്, ഒരുപാടൊന്നും ഒഴിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളത് കേട്ടോ. ഞാൻ വിയർത്ത് കുളിച്ചു, സോറി എന്നെ ഈ രൂപത്തിൽ കാണിക്കുന്നതിൽ ഐ ആം വെരി സോറി. ഓക്കെ, അപ്പം എനിക്ക് ക്യാമറ താന്നു പോയി. അത് ഫ്രണ്ട് ക്യാമറ ആയിരുന്നെങ്കിൽ ഈ ഒരു അനുഭവം വരില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്ത് അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ ഉണ്ടാക്കുന്നതാണ് കാണേണ്ടതെന്ന്, അതുകൊണ്ട് എന്തായാലും അത് കാണുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് നമ്മുടെ നെയ്യ് ഇതിനകത്ത് പിടിക്കണം. അതായത് ഈ റവയ്ക്കകത്തെല്ലാം പിടിക്കുമ്പോൾ പിന്നെ വെള്ളം ചേർക്കുമ്പോൾ കുഴഞ്ഞ രൂപത്തിൽ ഒരിക്കലും, അതായത് ഒട്ടി ഇരിക്കത്തില്ല നമ്മുടെ ഉപ്മാവ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കുക, അങ്ങനെ ആകാതിരിക്കാൻ. നിങ്ങൾ ഇതാണ്ടേ, ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയത്തില്ലേ, തട്ടിപ്പൊത്തി നമ്മൾ വേണമെങ്കിൽ കുക്കർ അടയ്ക്കാം കേട്ടോ. കുക്കർ അടച്ച് ഒരു 2 മിനിറ്റ് തന്നെ തികച്ച് വേണ്ട, 1 മിനിറ്റ് കുക്കർ അടച്ചിങ്ങനെ വെക്കുമ്പോൾ ആ ആവിയിലിരുന്ന് സെറ്റായിക്കോളും. മനസ്സിലായോ? അപ്പം എൻ്റെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനി കുറച്ച് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇവിടെ ഇടുന്നത് അധികം ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് തേങ്ങ ഇടുന്നത്. എങ്കിലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ മല്ലിച്ചപ്പും നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മോർ ബെറ്റർ. ഓക്കെ, അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലതുപോലെ ഇപ്പം നമ്മുടെ ഉപ്മാവിൻ്റെ കാണാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകിൽ അടച്ച് വെക്കുക, ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലിരിക്കുന്ന ഉപ്മാവാണ്, ഡ്രൈ ആയതുമാണ്, ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിൽ ആയില്ല. അപ്പോൾ നമ്മൾ ഇപ്പം എല്ലാം ആയി, നമ്മുടെ കടലക്കറിയുമായി നമ്മുടെ ഉപ്പുമാവുമായി. ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്ന അവസരമായത് കേട്ടോ. അത് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന അവസരം. കടലക്കറി കണ്ടോ മക്കളെ? കണ്ടോ? അടിപൊളി കടലക്കറിയും അടിപൊളി ഒരു ഉപ്പുമാവ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രീൻ പീസ് ഇടാം, പിന്നെ ഉഴുന്നിടാം, പിന്നെ കടലപ്പരിപ്പിടാം, ഇതൊക്കെ ഇടാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. എല്ലാ വിധത്തിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാണുക, നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ആക്ച്വലി ഞാൻ കഴിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതെടുത്തത് കേട്ടോ. കടലയും ഉപ്പുമാവും സ്പൂൺ വെച്ച് തന്നെ കഴിക്കുന്നത്. അപ്പോൾ കടലക്കറി നല്ലതായിട്ട് ഒഴിച്ച് ഞാൻ എല്ലാം കഴിച്ച് തീർന്ന വയറ് ഫുള്ളായി. പിന്നെ ഞാൻ പോയി ഇച്ചിരി എടുത്തുകൊണ്ട് വന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പറായിരുന്നു സത്യമായിട്ടും. നിങ്ങളിതൊക്കെ എല്ലാം ഒന്ന് വെച്ച് നോക്കി എല്ലാം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞു